ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ പച്ച വഴുതന എടുത്തിട്ടുണ്ട്. 400 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ച വഴുതനയ്ക്ക് പകരം നമുക്ക് വയലറ്റ് കളറിലുള്ളത് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് വേണം നമ്മൾ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. തീരെ ചെറിയ പീസായിട്ട് അരിയരുത്, എങ്കിൽ പിന്നെ ഈ വഴുതനങ്ങ നന്നായിട്ട് വെന്ത് കിട്ടുന്ന സമയത്ത് എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു പോകും, ഓരോ പീസായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം കറുത്തു പോകും കേട്ടോ. അപ്പോൾ നേരെ അരിഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 2 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ലൈറ്റായിട്ട് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 10ഓളം ചെറിയുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്ന സമയത്ത് ചെറിയുള്ളിയിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ കൂടുതൽ രുചികരമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് വലിയുള്ളിയും ചേർക്കാവുന്നതാണ്. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറിയുള്ളിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഇതൊന്ന് ചൂടായി കിട്ടട്ടെ. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ചെറിയുള്ളി എല്ലാം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരല്പം കറിവേപ്പിലയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാം. വറ്റൽമുളക് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മളിത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ വെള്ളം മാറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വഴുതനങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാല എല്ലാം വഴുതനയിൽ നന്നായിട്ടൊന്ന് യോജിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ വഴുതന വെന്ത് കിട്ടും കേട്ടോ. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വഴുതനയിലുള്ള വെള്ളം തന്നെ ധാരാളം മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിൽ വേകാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം മാത്രം നമ്മളൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. ഇനി കൂടുതൽ സമയം നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഒരു തവണ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് കൂടി മാത്രം നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയും കൂടി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഇത്. നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടിയാണ്. നമ്മൾ ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്ന സമയത്ത് ചെറിയൊരു പുളിപ്പ് ഇതിന് കൊടുക്കും കേട്ടോ. എപ്പോഴും വഴുതനയ്ക്ക് ഒരല്പം പുളിപ്പ് കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഇതിലേക്ക് ഒരല്പം പുളിവെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി സൂപ്പർ കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ഇതുപോലെ അടുത്ത പ്രാവശ്യം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.